ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു കളാസസ്യത്തെ പറ്റിയാണ്. അപ്പോൾ ഇത് ഗാർഡനിൽ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് കേശവർദ്ധിനി. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് സെൻട്രാറ്റെറം പഞ്ചേറ്റം. അപ്പോൾ ഇത് നാട്ടിൻപുറത്തെല്ലാം ഒരുപാട് കാണപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതുപയോഗിച്ച് നമുക്ക് വളരെയധികം പ്രയോജനങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതൊരു കളസസ്യമാണെങ്കിൽ കൂടി ഇത് ഔഷധ ഗുണം നിറഞ്ഞതാണ്. ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഹെയർ ഓയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. ഇതിൻ്റെ എസൻഷ്യൽ ഓയിൽ ഉപയോഗിച്ച് മുടി വളരുന്നതിനും മുടി നല്ല സ്ട്രോങ് ആയിട്ട് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഓയിൽ ഉപയോഗിക്കുന്നത്. അതല്ലാതെ ഇതിൻ്റെ ഇലകൾ മുറിവ് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് ചതച്ച് നീരെടുത്ത് പുരട്ടാറുണ്ട്. ഈ കേശവർദ്ധിനിയെ ബ്രസീലിയൻ ബട്ടൺ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ ഒരു പ്രദേശം നിറയെ ഈ ചെടികൾ നിറഞ്ഞു കഴിഞ്ഞാൽ ആ പൂക്കൾ വിടർന്ന് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നിറയെ നീല പൂക്കൾ വളരെയധികം മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ നട്ടു വളർത്താം. ഇതിൻ്റെ പൂക്കൾ ഉണങ്ങി ഇതിൻ്റെ വിത്തുകൾ തറയിൽ വീണ് കിളിർത്ത് വരും. അതല്ലാതെ ഇതിൻ്റെ ശിഖരങ്ങൾ ഒടിച്ചു കുത്തിയും നമുക്ക് നട്ടു വളർത്താവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് നട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മുഴുക്ക സ്പ്രെഡാവും. അതുകൊണ്ട് തന്നെ നമ്മൾ റെഗുലറായിട്ട് കൃഷി നടത്തുന്ന പറമ്പുകളിലേക്കൊന്നും ഇത് നടാതിരിക്കുക. ചട്ടിയിലൊക്കെ നട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മുറ്റത്തൊക്കെ നട്ട് വളർത്താവുന്നതാണ്. അതുപോലെ ചെടികൾക്കൊപ്പം നമുക്ക് നട്ട് വളർത്താവുന്നതാണ്. ഞാനിവിടെ ചെടികൾക്കൊപ്പമാണ് നട്ട് വളർത്തിയിരുന്നത്. വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ നിറയെ പിടിക്കുന്നത് കൊണ്ട് നമുക്ക് മറ്റ് ചെടികളുടെ കൂട്ടത്തിലൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കേശവർദ്ധിനി നട്ട് പിടിപ്പിച്ചിരുന്നു. ധാരാളം പൂക്കളുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പൂക്കൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ചെടി. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകും അതിൻ്റെ ആ ഒരു പൂക്കൾ വരുന്ന ആ ഒരു ഭാഗം നടുക്ക് നിന്ന് പൂക്കൾ വരും. അതുപോലെ ഒരുപാട് ശിഖരങ്ങൾ വന്നിട്ട് അതിലെല്ലാം നിറയെ പൂക്കൾ പിടിക്കും. അപ്പോൾ പൂക്കൾ പിടിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഒരുപാട് ശലഭങ്ങളൊക്കെ വരുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ നമുക്ക് വീട്ടുമുറ്റത്ത് വളരെ എളുപ്പത്തിൽ വെച്ച് പിടിപ്പിക്കാവുന്ന ഒരു ചെടിയാണിത്. പേര് പോലെ തന്നെ ഈ ചെടി കൊണ്ടുള്ള ഒരു പ്രധാന ഉപയോഗം കേശം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കേശവർദ്ധിനി എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. ഒരു പ്രത്യേക വാസനയോട് കൂടിയിട്ടുള്ള ഇലകളും പൂക്കളും ഒക്കെയാണ് ഇതിനുള്ളത്. ഈ കേശവർദ്ധിനി നമുക്ക് 3 രീതിയിൽ തലയിലേക്ക് ഉപയോഗിക്കാം. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് തലയിൽ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രത്യേകത നമ്മുടെ തലയ്ക്കും അതുപോലെ സ്കാൽപ്പിനും നല്ലൊരു ബൂസ്റ്റർ ടോണിക്കാണ് ഇതിൻ്റെ നീര്. അതുപോലെ തന്നെ സ്കാൽപ്പിൽ നല്ല രക്തയോട്ടം ഉണ്ടാക്കുന്നതിനും മുടിയുടെ ടെക്സ്ചർ തന്നെ മാറും. അപ്പോൾ ഇതിൻ്റെ നീരൊക്കെ തേച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ തലമുടിക്ക് നല്ല ഉടക്കൊക്കെ മാറി നല്ലൊരു ടെക്സ്ചറായിരിക്കും. അതുപോലെ മുടി കൊഴിച്ചിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നീര് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിനും വളർച്ച പ്രൊമോട്ട് ചെയ്യുന്നതിനും ഇതിൻ്റെ നീര് വളരെയധികം സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ സി ഉൾപ്പെടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് കേശവർദ്ധിനി. ഈ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം നര ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് കേശവർദ്ധിനി. അപ്പോൾ ഇതിൻ്റെ നീര് നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നരയ്ക്കത്തില്ല. അപ്പോൾ നമ്മൾ എണ്ണ കാച്ചേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ നീരെടുത്ത് സ്കാൽപ്പിലൊക്കെ പുരട്ടി കഴിഞ്ഞാൽ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും. അകാല നരയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താളിയും അതുപോലെ എണ്ണയും ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഇതിൻ്റെ നീരെടുക്കുന്നത് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ കുറച്ച് ഇലകൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ ഒന്നുകിൽ ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ചതച്ചതിന് ശേഷം പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് നീര് കിട്ടും. ഇതെടുത്ത് നമ്മുടെ തലയൊട്ടിയിലും അതുപോലെ തന്നെ മുടിയിലുമൊക്കെ പുരട്ടാവുന്നതാണ്. ഇങ്ങനെ നീരെടുക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല. വെള്ളം ചേർക്കാതെ തന്നെ പ്യുവറായിട്ട് ഇതിൻ്റെ നീരെടുത്ത് തലയൊട്ടിയിൽ വിരൽ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ മുടിയിൽ നമുക്കിത് പിടിപ്പിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിത് വൃത്തിയായിട്ട് കഴുകിക്കളയാം. അപ്പോൾ ഇത് നമ്മുടെ തലയൊട്ടിയിൽ നല്ല രക്തയോട്ടം കൂട്ടുന്നതിനും തലമുടിയിൽ പേനും ഈരും അങ്ങനെയൊക്കെയുള്ള എന്തുണ്ടെങ്കിലും മാറിക്കിട്ടും. കേശവർദ്ധിനിയുടെ നീര് ഉപയോഗിച്ച് തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്യുന്നതും മുടിയിഴയിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നതുമായിരിക്കും ഏറ്റവും സുരക്ഷിതം. അപ്പോൾ പലർക്കും എണ്ണ കാച്ചുന്നതിനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാണും. അപ്പോൾ ഇതിൻ്റെ എണ്ണ കാച്ചുമ്പോഴേ ഒരിക്കലും ഇതിൻ്റെ ഇലകൾ മാത്രം ഇട്ട് എണ്ണ കാച്ചാതെ നമ്മൾ കയ്യോന്നിയും മറ്റു സാധനങ്ങളൊക്കെ ചേർത്ത് എണ്ണ കാച്ചുമ്പോൾ അതിനോടൊപ്പം ഈ ഒരു ഇല കൂടി ചേർക്കുന്നതായിരിക്കും വളരെ നല്ലത്. ഒരുപാട് പച്ചിലകളൊക്കെ ഉപയോഗിച്ച് എണ്ണ കാച്ചുന്ന സമയത്ത് പാകപ്പിഴകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പാകം മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മുടി കൊഴിയുന്നതിനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന എണ്ണ മാറ്റി മറ്റൊരു എണ്ണയിലേക്ക് മാറുമ്പോൾ നമ്മുടെ തലമുടി കൂടുതലായിട്ട് പൊഴിയുന്നുണ്ടെങ്കിൽ അത് നിർത്തണം. അപ്പോൾ ആ ഒരു പുതിയ എണ്ണ ഉപയോഗിച്ചത് കൊണ്ടായിരിക്കാം മുടി കൊഴിയുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മളെല്ലാ പച്ചമരുന്നും കൂട്ടിയായിരിക്കാം എണ്ണ കാച്ചുന്നത്. അതേ രീതിയിൽ എണ്ണ കാച്ചുന്ന സമയത്ത് നമുക്ക് കേശവർദ്ധിനിയുടെ കൂടി കുറച്ച് ഇലകൾ ചേർത്ത് കാച്ചിയെടുക്കാം. അപ്പോൾ അതായിരിക്കും നമ്മുടെ മുടിക്ക് കൂടുതലായിട്ടും ഫലപ്രദമാവുന്നത്. ഇനി നമ്മൾ കേശവർദ്ധിനിയുടെ മാത്രം ഇലകളിട്ട് എണ്ണ കാച്ചുകയാണെങ്കിൽ ഒരു 100 ഗ്രാം എണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച ശേഷം നന്നായിട്ട് ചൂടാക്കുക. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 10ഓ 20ഓ ഇലകൾ മതിയാകും. കേശവർദ്ധിനി ചെടിയുടെ ഇലകൾ ഒന്ന് കശക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ചതച്ച് വേണമെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇത് ചെറുതായിട്ട് മൂത്ത് വരണം. ഒരുപാട് ബ്രൗൺ കളറിലേക്ക് മാറാൻ പാടില്ല. നമ്മൾ ഇതിലേക്ക് കുറച്ച് പോലും വെള്ളം ചേർക്കരുത്. ഇലകൾ നന്നായിട്ട് കഴുകി വെള്ളം വാർന്നതിന് ശേഷം വേണം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് മൂത്ത് വരും. അപ്പോൾ ഈ എണ്ണയുടെ നിറം ഒരു ഇളം പച്ച നിറത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പതകളെല്ലാം വറ്റിയതിന് ശേഷം വേണം ഈ എണ്ണ നന്നായിട്ട് തിളച്ച് അത് ഇളം പച്ച നിറത്തിലേക്ക് മാറും. ഒരു ബ്രൗൺ നിറത്തിലേക്ക് മാറി അത് കരിഞ്ഞ നിറത്തിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ അത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണയുടെ പാകം ശരിയാവത്തില്ല. നമ്മളിതിൽ വെള്ളം ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് ശരിയായി കിട്ടും. അപ്പോൾ വളരെ കുറച്ച് എണ്ണ എടുത്തിട്ട് നമുക്ക് കേശവർദ്ധിനിയുടെ ഇലകൾ ഇതിലേക്കിട്ട് എണ്ണ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മറ്റേതെങ്കിലും എണ്ണ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഇതും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇലകൾ മൂക്കുമ്പോൾ തന്നെ ഈ എണ്ണയ്ക്ക് നല്ലൊരു മണം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്നുകൂടി നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ ഈ പച്ച നിറം മാറാനും പാടില്ല. ഇപ്പോൾ ഏകദേശം ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഈ എണ്ണ നോക്കിയാൽ മനസ്സിലാകും. ഒരുപാട് പതയുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ പതയെല്ലാം നിന്നതിന് ശേഷം വേണം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഏകദേശം പതയെല്ലാം നിന്ന് കഴിഞ്ഞു. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി കരിയുന്ന അവസ്ഥയിലേക്ക് പോകാതെ നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് ആറിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. കേശവർദ്ധിനിയുടെ ഇലകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഹെയർ ഓയിലിന് മാർക്കറ്റിൽ നല്ല വിലയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെടിക്കും അതുപോലെ തന്നെയാണ്. നമ്മൾ വാങ്ങാനായിട്ട് പോയി കഴിഞ്ഞാൽ ഇത് വില കൊടുത്ത് വാങ്ങേണ്ടി വരും. അപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ ധാരാളം കാണുന്ന ഒരു ചെടിയാണ്. നമ്മൾ പിഴുതെറിയുന്ന സമയത്ത് ഒരു ചെടി അവിടെ നിർത്തിയിരിക്കുക. അപ്പോൾ ഒരു ചെടി ഉണ്ടെങ്കിൽ അടുത്ത സീസണിൽ ധാരാളം ചെടികൾ വീണ്ടും വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതൊരു കള സസ്യമായതുകൊണ്ട് തന്നെ നമുക്കിത് ഏത് ഭാഗത്ത് ഒന്ന് ഒടിച്ചു കുത്തി കഴിഞ്ഞാലും കിളിർത്ത് വരുന്ന ഒരു ചെടിയാണ്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇളം പച്ച നിറത്തിൽ ഒട്ടും കരിയാതെ തന്നെ നമുക്ക് ഈ ഹെയർ ഓയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഓയിലാണ്. ഇത് നമുക്ക് മറ്റ് എണ്ണകൾ ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി കുറേശ്ശെ എടുത്തിട്ട് തലയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ എണ്ണ കാച്ചിയ സമയത്ത് ഈ ഒരു ഇല ചേർത്തിട്ടല്ല നമ്മൾ എണ്ണ ഉണ്ടാക്കിയതെങ്കിൽ ഇത് മാത്രമായിട്ട് കുറച്ച് എണ്ണ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ 3-4 ദിവസമൊക്കെ തലമുടിയിൽ അപ്ലൈ ചെയ്യാം. വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു എണ്ണയാണ്. അതുപോലെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ എണ്ണ കേശവർദ്ധിനിയുടെ ഇലകൾ മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന എസൻഷ്യൽ ഓയിലാണ്. അപ്പോൾ മുറിവൊക്കെ ഉള്ളപ്പോൾ ചൊറിച്ചിൽ കൊതുകൊക്കെ കുത്തിക്കഴിഞ്ഞാലൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ പുറത്തിട്ട് കൊടുക്കുന്നതിന് വളരെയധികം ഉത്തമമാണ് ഈ എണ്ണ. അപ്പം നമുക്ക് തലയിലുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറ്റുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ കേശവർദ്ധിനിയുടെ ഇലകൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു രീതി താളിയാക്കിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെമ്പരത്തി താളിയൊക്കെ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ ഇതുപോലെ ഒരു പിടി ഇലകൾ ഈ കേശവർദ്ധിനിയുടെ കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് ചതച്ച ശേഷം അതിൻ്റെ നീരെടുത്ത് തലയിൽ പുരട്ടുക. അപ്പോൾ നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലും അത് വളരെയധികം നല്ലതാണ്. നമ്മുടെ തലമുടിക്ക് വളരെയേറെ ഗുണങ്ങളുള്ള ഈ ഒരു ചെടി നമ്മുടെ വീട്ടിലില്ലെങ്കിൽ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. ഇത് കാശ് കൊടുത്ത് വാങ്ങാനും പോകണ്ട. ഇത് നമ്മുടെ പറമ്പിലൊക്കെ കാണും. നമ്മൾ പോകുന്ന സൈഡിലൊക്കെ ഒന്ന് നിരീക്ഷിക്കുക. നടന്നു പോകുന്ന റോഡ് സൈഡിലും പറമ്പിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലയിടങ്ങളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പിഴുതെടുത്തത്. റോഡ് സൈഡിൽ നിന്നതാണ് ഞാനിത് കൊണ്ടുവന്നത്. ആദ്യമൊക്കെ നട്ടത് നശിച്ചു പോയി. പിന്നീട് ഞാൻ റോഡ് സൈഡിൽ നിന്ന് പിഴുതുകൊണ്ട് വന്ന് നട്ടതാണ്. അപ്പോൾ നമ്മളിത് കാശ് കൊടുത്ത് വാങ്ങിക്കാതെ ഇങ്ങനെ പോകുന്ന വഴിക്ക് കാണും. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരു തൈ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. നമ്മുടെ മുടിയിൽ താളി ഉണ്ടാക്കി തേച്ച് നോക്കുക. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഒരു 2-3 മാസമൊക്കെ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുടി വളരും. അപ്പോൾ എണ്ണയേക്കാളും കൂടുതലും ഞാൻ പറയുന്നത് താളി ഉണ്ടാക്കി തേക്കുന്നതിനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.